എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. രാവിലെ വെളുപ്പിനെ തുടങ്ങിയതാണ് പാചകശാലയിലെ പരിപാടി. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഉച്ചക്കത്തേക്ക് ഊണിന് തയ്യാറെടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരോ കറികളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ മോരുകറി എന്ന് പറയുന്നത്. മോരുകറി ഇച്ചിരി മീൻചാറും ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇത് പറമ്പിലെ റോബസ്റ്റാക്കായും കാച്ചിലുമാണ്. പപ്പ കൊണ്ട് തന്നെയാണ്. അപ്പോൾ റോബിച്ചാൻ്റെ പപ്പ പറഞ്ഞു, മോളെ എരിശ്ശേരി നാളെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, ഇത് ക്രിസ്തുമസിന്. അപ്പോൾ അങ്ങനെ ഞാൻ എരിശ്ശേരിക്ക് രണ്ടും കൂടെ ഇട്ട് എരിശ്ശേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കിയൊക്കെ എടുത്തു. എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ പപ്പായിക്കും റോബിച്ചായനും മക്കൾക്കും റോബിച്ചാൻ്റെ അനിയനും എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ക്രിസ്തുമസും ഒക്കെ വിശേഷമൊക്കെ വരുമ്പം കുറച്ചേറെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാലും 1 മണിയാകുമ്പോഴത്തേക്കെല്ലാം ടേബിളിലെല്ലാം സെറ്റ് ചെയ്യും. അങ്ങനെ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആഹാരമൊക്കെ ഉണ്ടാക്കും. പിന്നെ റോബിച്ചാൻ പിന്നെ പറമ്പിൽ നിന്ന് ഇലയൊക്കെ വെട്ടി തന്നു. അത് മാത്രമേ ഞാൻ ചെയ്യിപ്പിക്കാറുള്ളൂ. പിന്നെ കടയിലൊക്കെ പോകുമ്പോൾ ചിലപ്പം എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. അല്ലാതൊന്നും ജോലിയൊന്നും ചെയ്യാനൊന്നും പറയുമ്പോൾ ഒന്നും ചെയ്യത്തില്ല. എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അടുത്ത വർഷവും ഇവർക്കെല്ലാം ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അനുവദിക്കണേ, ആയുസ്സും ആരോഗ്യം തരണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥന വീട്ടിലുള്ളവർക്ക് വേണ്ടിയാണ്. എനിക്കൊരു അസുഖമോ വയ്യാഴികയോ വന്നാൽ ഞാനൊരിക്കലും മനസ്സിന് കട്ടിയുണ്ട്, പിടിച്ചു നിൽക്കും. പക്ഷേ വീട്ടിലാർക്കെങ്കിലും വയ്യാഴികയൊക്കെ വന്നാൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. എനിക്കെന്ത് പറ്റിയാലുമേ ഞാൻ പിടിച്ചു നിൽക്കും. വേറൊരാടം സഹിക്കാൻ പറ്റത്തില്ല. അത് വീട്ടിലാണെങ്കിൽ തന്നെയാണേലും പുറത്താണെങ്കിൽ തന്നെയാണേലും അതാണ് എൻ്റെ പ്രകൃതം. മറ്റുള്ളൊരു മനുഷ്യർക്കൊരു വേദന വരുമ്പോൾ അത് താങ്ങാൻ പറ്റത്തില്ല. നമ്മൾ അതിനെപ്പറ്റി മനസ്സങ്ങ് ചഞ്ചലിച്ചുകൊണ്ടിരിക്കും. അതങ്ങനെ. അപ്പോൾ അടുത്ത വർഷവും ഇവർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ ദൈവം നടത്തട്ടെ എന്നാണ് ആഗ്രഹങ്ങൾ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തുമസ് ആശംസിക്കുന്നു. ഇനി വൈകിട്ട് ഞങ്ങളുടെ കല്യാത്ര ജംഗ്ഷനിൽ റാലിയൊക്കെ ഉണ്ട്. അപ്പം റോബിച്ചാനെയും കുട്ടി അതൊക്കെ കാണാൻ പോകണം. പിള്ളേർക്ക് കുറച്ച് പടക്കം പൂത്തിരിയൊക്കെ വാങ്ങണം.